Welcome back to a beautiful episode of Fish Curry with no coconut. Yes, കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇതിനെ കാണാനായിട്ട്, ഇങ്ങനെ വരവരയായിട്ട്. അതുകൊണ്ടാവാം ഇതിന് സീബ്ര മാന്തൽ എന്ന പേര് വന്നത് കേട്ടോ. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇത് എന്താന്ന് വിളിക്കാം, പേര് കമന്റ്സിൽ അറിയിക്കണേ. ഞങ്ങളുടെ അവിടെ എൻ്റെ മീൻകാരൻ ചേട്ടൻ പറഞ്ഞത് സീബ്ര മാന്തലാണ്. ചില ആൾക്കാർ വട്ടം മാന്തൽ എന്നും പറയും. പക്ഷെ എന്താണെങ്കിലും ടേസ്റ്റ് അപാരാണ്. മറ്റു മാന്തലിനേക്കാളും എനിക്ക് കൂടുതൽ ടേസ്റ്റ് ഇതിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു വറ്റിക്കൽ, ഒരു മുളകിട്ട ഒരു കറി, വറ്റിക്കൽ എന്ത് വേണമെങ്കിലും പറയാം. അത് എപ്പോഴും പറയുന്ന പോലെ ചെറിയുള്ളി ചതച്ചിടാ, രുചി അടിപൊളിയായിരിക്കും. ചട്ടി ചൂടാക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ, ചതച്ച ചെറിയുള്ളി ഇടാം. ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പം പച്ചമുളക് ഇടാം. നന്നായി ചെറിയുള്ളി വഴറ്റി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് തരി, ഇതാണ് കൂടുതൽ നമുക്ക് എരിവ് തരേണ്ട സാധനം. അത് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ അക്കോർഡിങ് നിങ്ങൾ എടുക്കുന്ന ഫിഷ് ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം കേട്ടോ. നന്നായി മൂത്ത് വരുമ്പം ഒരു പഴുത്ത തക്കാളി തൊലി പൊളിച്ചത് അതും കൂടി ഇട്ട് തക്കാളി നന്നായിട്ട് വെന്തുടയണം. അത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് വെന്തുടയാനായിട്ട് സഹായിക്കും. അടച്ച് വെച്ചിട്ട് ഒരു 2 minutes വിട്ടാൽ അടിപൊളിയായിട്ട് തക്കാളി വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ഇതിനാവശ്യമില്ല. പിന്നെ മാന്തലിന് വളരെ കുറവ് വേവ് ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പിടാം. ഒരു തല വരുമ്പോൾ മാന്തൽ നമ്മൾ സ്കിൻ ഔട്ട് ചെയ്യുന്നതാണ്. പൊളിച്ച് ഇട്ടിട്ട് മാന്തൽ ആ മസാലയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 minute, മാക്സിമം ഒരു 8 minute അടിപൊളി മാന്തൽ മുളകിട്ട കറി റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു. ഞാൻ കുറച്ച് വറക്കുകയും ചെയ്തു, കുറച്ച് കറി വെക്കുകയും ചെയ്തു. എൻ്റെ മക്കൾക്ക് ഫേവറേറ്റ് ആണ്. ട്രൈ ചെയ്ത് അറിയിക്കണം. ലവ് യു ഓൾ. പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ 10K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടോ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.